കൂട്ടുകാരെ, നമുക്കിന്ന് തടി കുറയ്ക്കാൻ നോക്കണവർക്ക് രാവിലെയും വൈകുന്നേരവും കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഒരു പാത്രത്തിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി അതോടൊപ്പം തന്നെ ഒരു 6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതും ഇച്ചിരി വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് പകരം ബദാം, കടല ഇങ്ങനത്തെ നട്ട്സുകൾ ഏതെങ്കിലും ഇട്ട് കൊടുക്കാന്നുള്ളതാണ്. ഇപ്പം ഇത് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓട്സും അണ്ടിപ്പരിപ്പും ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്തി വെച്ച ഓട്സിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതിൽ വെള്ളമൊന്നും വെക്കണ്ട, ഒഴിവാക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇനി ഇതിൽ നമുക്കൊരു 5 ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. കുരു കളഞ്ഞതാണ്. നമുക്ക് 1 ടേബിൾ സ്പൂണ് ചിയ സീഡ് ഇട്ട് കൊടുക്കാം. ഈ ചിയ സീഡിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ല, അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരുന്നില്ല. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ 1 കപ്പ് ആപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആപ്പിൾക്ക് പകരം ഉറുമ്പാമ്പഴം, വാഴപ്പഴം, അങ്ങനെ ഏത് പഴങ്ങൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1/2 കപ്പ് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിയില്ലാത്ത തൈര് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ മക്കളെ. നമുക്ക് ഇനി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണ് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം ഏലക്ക ഇട്ട് കൊടുക്കാം, കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ഇടുന്നില്ല. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒഴിക്കുന്നത് 1 ടേബിൾ സ്പൂണ് തേനാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ തേൻ ഒഴിച്ചു കൊടുക്കുക, കൂടുതൽ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതൊക്കെ പാടെ ഒന്ന് നന്നായിട്ട് അരച്ച് നമുക്ക് ജ്യൂസാക്കി എടുക്കാം. നമ്മുടെ സ്മൂത്തി നല്ല ജ്യൂസ് പോലെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഒരു തരി ഒന്നും ഇല്ലാതെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്മൂത്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ സ്മൂത്തി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ തടിയൊക്കെ കുറയാൻ വളരെ നല്ല സാധനമാണിത്. നല്ല വിറ്റാമിനും ഉള്ളതാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.